ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് ഭയങ്കര ഈസി ആയിട്ടുള്ള എന്നാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ കറി ഉണ്ടാക്കിയാൽ എന്തിൻ്റെ കൂടെയും ഇതെന്താ പറയുക നല്ലൊരു അടിപൊളി കോംബോ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു 1/2 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എന്താ പറയുക കുഞ്ഞുള്ളി ഇടുന്നത്, വലിയ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല, വെറും ചുവന്നുള്ളി മാത്രം. അത് 1 കപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പിടി കറിവേപ്പില, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ ഇല്ലാത്തവർക്ക് വലിയൊരു 2 ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇതിലിടുന്ന പൊടികൾ എന്തെല്ലാം നോക്കാം. ആദ്യം പെരുംജീരകം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ലാസ്റ്റ് ഗരം മസാല 1/2 ടീസ്പൂൺ. ഇതെല്ലാം ഇട്ടിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി എന്താ പറയുക ആ ഒരു മട്ടനും പൊടികളും എല്ലാം ഒന്ന് മിക്സ് ആവണം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് മട്ടനൊന്ന് വേവിക്കാം. ഇനിയിപ്പോൾ ഇതാ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഈ വെളിച്ചെണ്ണ ചൂടായാൽ 1 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ട് അതൊന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു ഓയിലൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ ആ വെള്ളത്തോടു കൂടി തന്നെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് എന്താ പറയുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിക്കുക. നിങ്ങൾക്കിങ്ങനെ ഇത്തിരി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് എന്താ പറയുക ഓഫ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും പെരണ്ട ഒരു പരുവാണെങ്കിൽ കുറച്ചും കൂടി ഫ്ലെയിമിൽ എന്താ പറയുക ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വരട്ടിയെടുക്കുക. അപ്പോൾ ഞാനിതിന് പുട്ട ഉണ്ടാക്കുന്നത്, അപ്പോൾ പുട്ടിന് കുറച്ച് ഗ്രേവി വേണമല്ലോ, അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് ഇത് കുറച്ച് ലാസ്റ്റ് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് അങ്ങനെ നമ്മൾ അടിപൊളി മട്ടൻ എന്താ പറയുക ഈസി കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.